പ്ലംബർ ഗിരീഷ്. പ്ലംബർ ഗിരീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്ലംബർ ഗിരീഷിൻ്റെ ആദ്യ കഥ വളരെ പ്രചാരം ലഭിച്ചതാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. ആ കഥയിലൂടെയാണ് പ്ലംബർ ഗിരീഷ് വളരെ പ്രശസ്തനായത്. ഇത് രണ്ടാം കഥ. കഥയുടെ പേര് ശശി അണ്ണൻ. ശശി അണ്ണൻ, ആ പേര് പോലെ തന്നെ അന്വർത്ഥമാണ് ഈ കഥ. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പ്ലംബർ ഗിരീഷും ഉറ്റ സുഹൃത്തുമായ രാജേഷുമൊത്ത് പ്ലംബിംഗ് സാധനം വാങ്ങിക്കാൻ കോതമംഗലത്ത് പോയി. രാവിലെ യാത്ര തിരിച്ചു. യാത്ര ചെയ്ത് പകുതി ആയപ്പോഴാണ് സുഹൃത്ത് രാജേഷ് മൊബൈൽ എടുത്തിട്ടില്ല എന്ന കാര്യം ഓർത്തത്. രാജേഷ് തലേന്ന് അടിച്ച് ഫിറ്റായി മൊബൈൽ സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നുപോയി. അർജൻറ്റായി പല കോളുകളും വരാനുള്ള മൊബൈലാണ്. തിരികെ പോയി എടുക്കാൻ നിവർത്തിയില്ല. വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഉടൻ രാജേഷ് പ്ലംബിംഗ് ഗിരീഷിനോട് പറഞ്ഞു, ഇല്ല ആ മൊബൈൽ ഇങ്ങോട്ട് തന്നേ, ഞാൻ എൻ്റെ ഭാര്യ ഒന്ന് വിളിക്കട്ടെ. പ്ലംബർ ഗിരീഷ് ഫോണ് രാജേഷിൻ്റെ കയ്യിൽ കൊടുത്തു. കൊടുക്കുന്നതിന് മുമ്പ് പാസ്വേഡും തമ്പും കെട്ടും പൂട്ടും എല്ലാം മാറ്റിയാണ് കൊടുത്തത്. വളരെയേറെ സെക്യൂരിറ്റിയുള്ള ഒരു മൊബൈലാണ് നമ്മുടെ പ്ലംബർ ഗിരീഷിൻ്റേത്. രാജേഷ് മൊബൈൽ എടുത്ത് ഭാര്യയുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു. ഡയൽ ചെയ്തപ്പോൾ ശശി അണ്ണൻ എന്ന് പേര് തെളിഞ്ഞു. പെട്ടെന്ന് രാജേഷ് കട്ട് ചെയ്തു. മറ്റാർക്കോ കോൾ പോകുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ഡയൽ ചെയ്ത നമ്പർ തെറ്റാണെന്ന് ധരിച്ച് വീണ്ടും സശ്രദ്ധം ഭാര്യയുടെ നമ്പർ വളരെ സൂക്ഷ്മമായി ഡയൽ ചെയ്തു. വീണ്ടും ദാ വരുന്നു ശശി അണ്ണൻ. രാജേഷ് ഒന്ന് അന്താളിച്ചു. എങ്കിലും ബെല്ല് പോട്ടെ എന്ന് കരുതി. ബെല്ല് പോയി. അപ്പുറത്തൊരു സ്ത്രീ ശബ്ദം. ഹലോ എന്ന് കേട്ടു. അതെ, രാജേഷിൻ്റെ ഭാര്യ തന്നെയാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പുറത്തെ സ്ത്രീ ശബ്ദം പതുക്കെ ചോദിക്കുന്നു, എന്താ ഗിരിയേട്ടാ, പുള്ളി അടുത്തില്ലേ എന്ന് പയ്യെ ചോദിച്ചു. അപ്പോൾ രാജേഷ് ഉടൻ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടീ, എൻ്റെ മൊബൈൽ സ്കൂട്ടറിൻ്റെ ഡിക്കിയിലാണ്, അതെടുത്ത് നീ വയ്ക്കേ, കുറച്ച് അർജൻറ്റ് കോൾ വരുന്നുണ്ട്, നീ എടുക്കണേ, എടുത്തിട്ട് മറുപടി പറയണേ, എന്നോട് പറയണേ എന്ന് പറഞ്ഞു. ഫോൺ വെച്ചപ്പോൾ രാജേഷിനൊരു സംശയം. എന്താണ് ഈ ഫോണിൽ ശശി അണ്ണൻ എന്ന് ഗിരീഷ് ഇട്ടിരിക്കുന്നത്? രാജേഷ് ചോദിച്ചു, എന്താ ഗിരീഷ് ഇങ്ങനെ ശശി അണ്ണൻ എന്ന് പേരിട്ടിരിക്കുന്നത്? ഗിരീഷ് സ്തബ്ധനായി. ഗിരീഷ് പറഞ്ഞു, എടാ നിൻ്റെ അമ്മായിച്ചൻ്റെ, നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ പേര് ശശി എന്നില്ലയോ? അപ്പോൾ രാജേഷ് ചിരിച്ചോണ്ട് പറഞ്ഞു, എടാ എൻ്റെ അമ്മായിച്ചൻ്റെ പേര് രാജപ്പനാണ്, നിന്നോട് ആര് പറഞ്ഞു ശശിയാണെന്ന്, പൊട്ടൻ എന്ന് കളിയാക്കി ചിരിച്ചു. രാജേഷ് ആ സംഭവം ഓർത്ത് പലപ്പോഴും ആർത്തലച്ച് ചിരിച്ചു, പൊട്ടി ചിരിച്ചു. ഗിരീഷിനെ പറ്റിയ അബദ്ധത്തെ ഓർത്ത്. യാത്രയെല്ലാം കഴിഞ്ഞ് രാജേഷും പ്ലംബർ ഗിരീഷും അവരവരുടെ വീട്ടിലെത്തി. രാജേഷ് പെണ്ണുമ്പിള്ളയോട് ഭാര്യയോട് ഈ കഥ പറഞ്ഞു. എടി, ആ പൊട്ടൻ ഗിരീഷിനെ നിൻ്റെ അച്ഛൻ ശശിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, രാജപ്പനാന്ന് അവൻ അറിയത്തില്ലായിരുന്നു, അവനെ ഒന്ന് വിളിക്കട്ടെ, നീ ആ മൊബൈൽ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് ഭാര്യയുടെ മൊബൈൽ എടുത്തു. ഭാര്യ ഒന്ന് ഞടുങ്ങി, എങ്കിലും മൊബൈൽ കൊടുത്തു. ഗിരീഷിൻ്റെ നമ്പർ മനപ്പാടം അറിയാവുന്ന രാജേഷ് ഡയൽ ചെയ്ത് ഗിരീഷിനെ വിളിച്ചു. ഗിരീഷ് ഫോൺ എടുത്തപ്പോൾ, എടാ നീ ശശി എന്നെ മാറ്റി രാജപ്പനാക്കിയോടാ എന്ന് ഗിരീഷിനോട് ചോദിച്ചു. ആക്കി. ഗിരീഷ് പറഞ്ഞു, ആക്കി രാജേഷേ എന്ന് വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു. രാജേഷ് ആർത്തലച്ച് ചിരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഭാര്യയുടെ മൊബൈൽ ഗിരീഷിൻ്റെ നമ്പർ ഡയൽ ചെയ്തപ്പോൾ വന്നത് രമ്യ ചേച്ചി എന്നാണ്. ഭാര്യ സേവ് ചെയ്തിരിക്കുന്ന രമ്യ ചേച്ചി എന്നാണ്. പെട്ടെന്ന് രാജേഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട്, നിനക്ക് അമർത്താൻ പറ്റിയോടി, എടി ഇത് ഗിരീഷിൻ്റെ നമ്പരാ, ഗിരീഷൻ സേവ് ചെയ്യടി. രാജേഷ് ആർത്തലച്ചിരിച്ചു. ഈ കഥ പലരോടും പറഞ്ഞു, നാട്ടിലുള്ളവരെല്ലാവരോടും പറഞ്ഞു. ഈ നാട്ടിൽ ഈ കഥ അങ്ങ് പാട്ടായപ്പോൾ പറ്റിയ അബദ്ധം ഇത് പ്ലംബർ ഗിരീഷിൻ്റെ വീട്ടിലുമെത്തി. പ്ലംബർ ഗിരീഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആരൊക്കെയോ പ്ലംബർ ഗിരീഷിൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഒത്തിരി രാജപ്പന്മാരും ഒത്തിരി ശശിയണ്ണന്മാരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി.